ആദ്യം ടു എങ്ങനെയുണ്ട് ലൊക്കേഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരു വൈബ് നോക്കി. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു എ ന്യൂ ഡേ. ഇതാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത ടെൻറ്റ്. ഇതെന്താ ആദ്യം കിടക്കണ നോക്കി. എങ്ങനെയുണ്ടായി? അവർക്ക് എങ്ങനെയുണ്ടായി? സെറ്റായിരുന്നില്ലേ? എന്നെ രസം എന്ന് പറയാം, അറിഞ്ഞില്ല. ഞങ്ങൾ എത്ര മണി ഉറങ്ങിണ്ടാക്കിയത്തു? 1 മണിയായി ഉണ്ടാവില്ലേ? 1 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകുമ്പോൾ ഉറങ്ങിയപ്പോൾ എനിക്കെന്നൊരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. സുഖമായിട്ട് ഉറങ്ങി. അജൊന്നും ഇപ്പോഴും ഇട്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഔട്ട് സൈഡ് ഞങ്ങളും കണ്ടില്ല. ഇന്നലെ നൈറ്റ് വന്നുകൊണ്ട് ഔട്ട് സൈഡ് എന്താ സിറ്റുവേഷൻ എന്നുള്ളത് നമ്മളും കണ്ടിട്ടില്ല. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനിപ്പോൾ ഇന്ന് ഇത്തിരി നേരത്തെ എണീറ്റത്. അത് നമുക്ക് ഒരുമിച്ച് കാണാം എങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട് സൈഡിനുള്ളത്. ക്ലൈമറ്റിന് അത്ര സെറ്റല്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇന്നലെ ഞങ്ങൾ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ പേടിച്ചു പോയി. അത്രയും ഒരു വഴി കൂടെ ഞങ്ങൾ വന്നേ. സമയം ഏകദേശം 11:30 ആയിട്ടുണ്ടായി. അപ്പോൾ നമുക്ക് പുറത്തിറങ്ങിയിട്ട് എന്താണ് സിറ്റുവേഷൻ നോക്കട്ടെ. തന്നെ എങ്ങനെയുണ്ട് ലൊക്കേഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കി. നമ്മുടെ കാറോടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് ക്ലൗഡി ആയിപ്പോയിടാ, അത് മാത്രമേ സീനുള്ളൂ. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോഴാണ് രാത്രി ഞങ്ങൾ വന്ന വഴിയില്ലേ, അതാണ്. ഇന്നലെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ പേടിച്ച് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ അധികം കാണിക്കാൻ ഞാനാണ്. എന്നാലും അതേപോലത്തെ വഴികളായിരുന്നു, സീറ്റ് വഴികളായിരുന്നു. നമ്മൾ എവിടേക്കായി പോണേന്ന് വിചാരിച്ച്. പക്ഷെ വന്ന് കയറി സേഫാണ്, സ്ഥലം സേഫാണ്. ഇത് അവിടേക്ക് ഒരു ഹട്ടൊക്കെ ഉണ്ടാവും, അവിടെ ഒരു ഗസ്റ്റൊക്കെ ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് വേറെ ഹട്ടുണ്ട്. എങ്ങനെയുണ്ട് ലൊക്കേഷൻ? എങ്ങനെയുണ്ട്? നമുക്ക് രാത്രി കിടക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ അടുത്ത് സീ എന്തോ ഉണ്ട്, അതിൻ്റെ മറ്റേ അലടിക്കണ സൗണ്ട് നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. ഓക്കെ, വാവ്. വെയിൽസ് എന്തായാലും അടിപൊളിയാണ് കേട്ടോ. ഇനി ഇതെങ്ങോട്ടാ പോണേന്ന് നോക്കണം. ഓക്കെ, അടിപൊളി സ്റ്റേ ആയിരുന്നു കേട്ടോ ഇന്നലത്തെ. നമ്മൾ ഏത് ഹോട്ടലിൽ പോയാലും ഇങ്ങനത്തെ ഒരു സ്റ്റേ കിട്ടാൻ ചാൻസ് ഇല്ല. ഹോട്ടലൊക്കെ നമ്മൾ എവിടെ പോയാലും ഹോട്ടലിൽ സ്റ്റേ ചെയ്യണേ. അതിൽ നിന്ന് മാറ്റി പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനത്തെ സ്റ്റേ എടുത്തത്. എനിക്ക് തോന്നുന്നത് അങ്ങോട്ട് പോകുന്നവർ ഇതേപോലത്തെ ഹട്ടുകളുണ്ട്. കണ്ടോ, അവിടെയൊക്കെ ഇതേപോലെ തന്നെ ഹട്ടുകളുണ്ട്. അവിടെയൊക്കെ ഗസ്റ്റും ഉണ്ട്. സോ വേസ്റ്റ് നമ്മൾ ഫസ്റ്റ് ഡേ ആണ്. നമ്മൾ അധികം പ്ലാനുകളൊന്നുമില്ല. നമ്മൾ ഒരുപാട് സ്ഥലം കവർ ചെയ്യാതൊന്നുമില്ല. നമ്മുടെ മെയിൻ ഒരു ബ്രേക്ക് എടുക്കണം. ഡെയിലി റുട്ടീനായിരുന്നു. അതായത് ഷിഫ്റ്റിന് പോകുന്നു, ആദ്യം നോക്കുന്നു, കിടന്നുറങ്ങുന്നു, ഇത് തന്നെ കണ്ടിന്യൂസ്. സോ അപ്പോൾ അതിൽ നിന്നൊരു ബ്രേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഡ്രൈവ് പോകാമെന്ന് വിചാരിച്ച് അധികം പ്ലാനിങ് ഒന്നും ഇല്ലാണ്ട് ഇറങ്ങിയത്. അപ്പോൾ ജസ്റ്റ് ഒന്നിപ്പോൾ ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് എവിടെയെങ്കിലേക്ക് ഒന്ന് കറങ്ങണം. എന്നിട്ട് ഇന്നും നമ്മളിവിടെ തന്നെ സ്റ്റേ ചെയ്യും. നാളെ കാലത്ത് നമ്മൾ എവിടെയെങ്കിലേക്ക് ഒന്ന് കറങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോകും. ആ ഒരു പ്ലാനുള്ളൂ. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എനിക്ക് ചെക്കന് ചിരിയുണ്ട് പോലെ, അത് കാണാനുണ്ട്. എനിക്കാ ഇതു എനിക്ക് നമുക്ക് എവിടേക്ക് പോകണമെന്നെങ്കിലും നോക്കി. സോ ഇപ്പം നമ്മൾ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കാലത്ത് തന്നെ. പിന്നെ ഇത് ആദ്യത്തെ ബോട്ടിലൊക്കെ ഒന്ന് വാഷ് ചെയ്യാനായിട്ട് അവരൊക്കെ പുറത്തുണ്ട്. ഇപ്പം നമ്മൾ ടേബിളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചായ കുടിക്കാനൊക്കെ ആയിട്ട്. ഓക്കെ, ഫ്രെയിം നോക്കിയേ. സോ അവിടെയൊക്കെയാണ് നമ്മുടെ വാഷ്റൂമൊക്കെ വരുന്നത്, അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ. പിന്നെ ഇതേപോലെ ടെൻ്റ് അല്ലാത്ത രീതിയിലുള്ള ഒരു അക്കോമഡേഷൻ എവിടെയുണ്ട്, അതേപോലത്തെ ഒരു കോട്ടേജ് പോലെ. അതേപോലെ തന്നെ മറ്റേ അവിടെയുണ്ട്. അവിടേക്ക് നമുക്ക് കുറച്ച് കണ്ട് പോവാം. നമുക്ക് ചായ കുടിക്കാം തന്നെ. പ്രാചീന കാലത്തേക്ക് പോയിരിക്കുന്നത് അല്ലേ?
പറമ്പില് അല്ലേ നമ്മളെത്ര നാളായല്ലേ ഇങ്ങനെ പറമ്പിലൊക്കെ നടന്നു പല്ലേച്ചിട്ട്. എന്തുകൊണ്ട് ഇതിനെ കുറിച്ച് കീത്ത് പല്ലേച്ചിട്ട് എന്നെ എത്ര നാളായി? അവിടെ കുക്കിങ്ങിന്റെ ഡിസ്കഷൻ നടക്കുകയാണ്. ആദ്യത്തെ ഫുഡിങ് കഴിഞ്ഞിട്ടാ. ആദ്യത്തെ ഫുഡിങ് എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊരു ടെൻഷനായിരുന്നു ആദ്യം എന്ത് ഫുഡ് കൊടുക്കും എന്നുള്ളത്. നമ്മൾ കൊടുത്തത് ഇതാണ് കേട്ടോ, കവാങ്കേറ്റിന്റെ റെഡ് ബെറി പോറേജ് എന്ന് പറഞ്ഞ സാധനം. അത് നമ്മുടെ ഫോർമുല മിൽക്ക് മിക്സ് ചെയ്തിട്ട് കൊടുത്തത്. സോ അതായിരുന്നു ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മളിത് എന്തൊക്കെയാ ഇത് കാണിച്ചു കൊടുത്തേ? നമ്മള് സോസേജ് കുക്ക് ചെയ്തു. എഗ് കാറിലിരിക്കുന്ന എടുക്കാൻ അജി പോയിട്ടുണ്ട്. എന്നിട്ട് റാപ്പ് ആക്കിയിട്ട് കഴിക്കും. നമ്മൾ റാപ്പിന്റെ കൂടെ കുറച്ച് വെജീസ് ഉണ്ട് കണ്ടോ. നമ്മൾ ഇന്നലെ വാങ്ങിച്ച വെജീസ് കുറച്ച് ബാലൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ കൂടി നമ്മൾ കഴിക്കും. ആയിട്ടുണ്ട്. So that's our breakfast. Egg, sausage, veggies, mayo. ഷെഫാണത്, മെയിൻ ഷെഫ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരു വൈബ് നോക്കിയേ. എന്നാ ആദ്യം പിടി, ഞാൻ തിന്നിട്ട്. അപ്പൊ ഞാൻ കഴിച്ചിട്ട് ആദ്യം പിടിക്കാം. നീ എപ്പോഴും നീ ആദ്യം കഴിക്കണത്. അത് അജു പിടിക്കട്ടെ, നമുക്ക് കഴിക്കാം. വരുമോ? ഇല്ല, ആദ്യം ഇന്ന് സെറ്റ് ആയിട്ടില്ല, ഇന്നലെ സെറ്റ് ആയിരുന്നു. സോ ഗൈസ്, നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങാറായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ടെൻറ്റിൽ നിൽക്കുമ്പോൾ ഡൗട്ട് ഉണ്ടാവും ടോയ്ലറ്റും വാഷ്റൂമൊക്കെ എങ്ങനെയാണെന്നുള്ളത്. അതും കൂടി ഞാൻ ഇവിടെ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇത് ഇവർ തന്നെ പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഇതേപോലെ ഇവിടെ ഒരു കോട്ടേജ് ഉണ്ട്, പിന്നെ അവിടെ ഒരു കോട്ടേജ് ഉണ്ട്. സോ ഇതാണ് വാഷ്റൂം. ഇവിടെ ഇങ്ങനെ നമുക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ എടുക്കുക. പിന്നെ ഇതാണ് ഷവർ ഏരിയ കേട്ടോ. ഹോട്ട് വാട്ടറൊക്കെ ഉണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം സെറ്റാണ്. പിന്നെ ടോയ്ലറ്റാണ് കോമഡി, അത് കാണിച്ചു തരാം. കൊള്ളാട്ടോ അത്. ഇതിലൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു, അവർ നമ്മളോട് ബൈയൊക്കെ പറഞ്ഞിട്ട് ഇന്ന് കാലത്ത് തന്നെ പോയി. ആ റൂമൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കോട്ടേജിൻ്റെ സെറ്റപ്പ്. TV ഉണ്ട്, കെറ്റിൽ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇങ്ങനത്തെയാണ് ഇവിടത്തേക്കൊരു അക്കോമഡേഷൻ വരുന്നത്. ഇവിടെ ഇതേ ബാർബിക്ക് അടിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്, വാഷിങ്ങിൻ്റെ ഏരിയ ഒക്കെ ഉണ്ട്. ഇതാണ് ടോയ്ലറ്റ് വരുന്നത് കേട്ടോ. ഇങ്ങനെ ഇരിക്കും ടോയ്ലറ്റ്. ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ തന്നെ വരണം അല്ലേ. ഇത് നോക്കി ചെയ്തിട്ടേക്കാം. സോ നമ്മളെല്ലാം പാക്ക് ചെയ്ത് പിന്നെ ആദ്യം കൂടി എടുത്ത് കാറിൽ കയറ്റണം. ആദ്യം ഉറക്കമായി. സോ അപ്പോൾ നമ്മൾക്ക് കിട്ടിയ പോലെ തന്നെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഗീതു സെറ്റാക്കി അതേപോലെ തന്നെ ആക്കി വെച്ചിട്ടുണ്ട്. അത് കലക്കി ചെയ്തു സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഇതേപോലെ തന്നെ ആക്കിയിട്ടാണ് എല്ലായിടത്തും പോരാനുള്ള. കാരണം നമ്മൾ ഓട്ടോ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാം അതിൻ്റെ വിഷമം, ഇത് ക്ലീൻ ചെയ്യണതിൻ്റെ. സോ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ് ഗൈസ്. കുറച്ച് നേരം അജു ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞ് നമ്മൾ അക്കോമഡേഷൻ റേറ്റ് പറഞ്ഞില്ലല്ലേ. 60 പൗണ്ടിനാണ് നമ്മൾ ബുക്ക് ചെയ്തത്. 60 പൗണ്ടിനുള്ള ഉണ്ടല്ലേ ഇതു അല്ലേ. എല്ലാ എക്യുപ്മെന്റ്സ് ഉണ്ടല്ലോ, ഒരു അക്കോമഡേഷൻ കൊണ്ട് എല്ലാ എക്യുപ്മെന്റ്സും ഉള്ളതുകൊണ്ട് വെർത്താണ്. ക്യാരവാൻ നോക്കി നമ്മൾ നൈറ്റ് വന്ന വഴിയാണ് ഈ കാണുന്നത്. ഇതിലാണ് നമ്മൾ നൈറ്റ് കയറി വന്നത്. ആ ടൈമിൽ നമ്മൾ വിചാരിച്ചത് നമ്മളിത് എവിടേക്കാണ് പോണത്. പക്ഷെ ഇപ്പൊ ഓക്കെയാണ്. ഗൈസ്, നമ്മൾ ഇത്ര നേരം പച്ചപ്പിൻ്റെ ഇടയിലായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ ഒന്ന് റെഡി ഷെയ്ഡിലേക്ക് വന്നു. അതിൻ്റെ അടി എന്തോരം ഉണ്ടെന്ന് നോക്കാം. നമുക്ക് അതിൻ്റെ അങ്ങോട്ട് പോവാം. പക്ഷേ പേടിയാവണം. നോക്കട്ടെ. ഓ സീന് സ്ഥലം.
എന്റെ പേടിയാവണത്. നമ്മളിതിപ്പോ ഒരു ലൈറ്റ് ഹൗസിൽ വന്നാക്കിയാണ്. ഈ റൂട്ട് പോയിട്ട് വേണം പോവാൻ. ഇവിടെ എവിടെ നോക്കിയാലും അടിപൊളി ലൊക്കേഷൻസ് ആണ് കേട്ടോ. അവിടെ സർഫിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. നൈസ്. നമ്മളിവിടെ ഇറങ്ങുന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കയറിയുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് പോകേണ്ട റൂട്ടിൽ കണ്ടപ്പോൾ ഒന്ന് നിർത്തിയതാ. ഈത്തൊക്കെ കാര്യം തന്നെ ഉണ്ട്. നൈസാണല്ലേ. സോ നമ്മളിപ്പോ ആദ്യം ഫീഡ് ചെയ്യാൻ നമ്മൊരു കോഫി ഷോപ്പിൽ കയറി. ഒരു ചോക്ലേറ്റ് കേക്ക്, അജു ഒരു കാപ്പുച്ചിനോ, നമ്മളൊരു മോക്കയും ഓർഡർ ചെയ്തു. ആദ്യം എന്തിനാണ് നോക്കി, ആദ്യം ഞാൻ എന്ത് ചെയ്താ കൊടുക്കുന്നത് കേട്ടോ, സ്ട്രോബെറി ഗ്രീക്ക് യോഗട്ട്, ഗ്രീക്ക് സ്റ്റൈൽ യോഗട്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ആള് ഉഷാറായിക്കോളും. ഇപ്പൊ നമ്മളിവിടെ നിന്ന് പോകാറായിട്ടുണ്ട്. ഇനിയൊരു അടുത്ത ലൊക്കേഷനിലേക്ക് പോകാൻ നമുക്ക്. നമ്മുടെ ഫോണിലെല്ലാം ചാർജ് ചെയ്യുന്ന പോയിട്ട് ഇപ്പൊ ഫുൾ ചാർജ് വെച്ചേക്കാനായിരുന്നു. ഓക്കെ അല്ലേ? ഇറങ്ങാം മതി. ഗൈസ് നോക്കൂ, ഞങ്ങൾ എവിടെയും നോക്കി ട്രാവലാണ്. ഇത് നമ്മൾ ടോപ്പിലേക്ക് പോകാൻ പോവാണ്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇതേപോലത്തെ ട്രാവലിൽ കയറുന്നത്. ആ പൊന്നു എടുത്ത് കൊള്ളാട്ടോ. പോണോ ഇങ്ങനെ ഐസായിട്ട്. ഇതൊരു ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റോപ്പ്. ഇവിടെ നമ്മൾ റിട്ടേൺ പോകും. ട്രാമിൽ വന്നിട്ട് ടോപ്പിലോട്ടെ. ടോപ്പ് വ്യൂ ആണ്. ഓ ഇത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാണാനുണ്ട്. ഈ കാറ് ഇവിടെ വരെ എത്തുന്നുണ്ട് കേട്ടോ. കാർ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. കാർ ഇവിടെ എത്തിയിരിക്കും. കാറൊക്കെ ഇവിടെ എത്തും. സോ നമ്മള് ഈ ട്രാമിൽ തന്നെ ചിലപ്പോ നമ്മൾ റിട്ടേൺ പോകും. ഇതാണ് ഈ ട്രാമിന്റെ എൻജിൻ റൂം. ഇങ്ങനെ ഇത് കറങ്ങുമ്പോഴാണ് ട്രാം താഴേക്ക് പോകുന്നത്. ഇതിന്റെ ഫുൾ ഹിസ്റ്ററി ഉണ്ട് ഇവിടെ. എന്റെ പൊന്നു 1902 ഇവരുടെ ടെക്നോളജി ഒക്കെ ഏത് ലെവലാണല്ലേ. അന്നത്തെ കാലത്ത് ഈ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് 1902. എന്റെ മോനെ, ഫ്രഷ് പാല് പശുവിൽ നിന്ന് കറന്നെടുക്കാന്ന് പറഞ്ഞിട്ട് പ്രണവ് കൊണ്ടെന്നാണ്. ഇതൊന്ന് കറക്കാൻ വെച്ചിരിക്കുന്ന പശു. ആ മെഷീനില് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടും. ലാർജ് മിൽക്ക് ലാർജ്. ഇത് നമ്മളൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ട് വന്നാണ് ഈ ലൊക്കേഷനിലേക്ക്.
സോ നോർത്ത് വെയിൽസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ലൊക്കേഷൻ മിസ് ചെയ്യണ്ട. നമ്മൾ താഴെ പോയിട്ട് കയറി വന്ന് വെള്ളത്തിന് എങ്ങനെ ഉപ്പുണ്ടോ? ഉപ്പുണ്ട്. നാരങ്ങ കൂടെ എടുത്തെങ്കിൽ ലെമണേഡ് ഉണ്ടാക്കാറുണ്ട്. നല്ല തണവുണ്ട് അല്ലേ ആദി കിടന്ന് കളിക്കാൻ അതിൻ്റെ ഉള്ളിൽ കിടന്ന് അത് കൊറേ മണ്ണി കളിക്കണ്, പേബിൾസിൽ കളിക്കണ്. വായിലേക്ക് കൊണ്ടുപോകുന്നു, കൊണ്ടുപോകുന്നു. എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ. അവര് മീൻ പിടിക്കാൻ കേട്ടോ. എന്നിട്ട് എന്താ കിട്ടിയത്? ഞണ്ടിനെ കിട്ടി. നമ്മൾ ഇതുവരെ ആദ്യത്തെ സ്ട്രോളർ യൂസ് ചെയ്തിട്ടില്ല. കാരണം അങ്ങനെ നടക്കാൻ പറ്റിയ ഒരു സ്ട്രോളർ തള്ളി നടക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഒന്നും നമ്മൾ പോയില്ല. നമ്മൾ പോയത് അങ്ങനെ പറയുന്നതായിരിക്കും ശരി. അതിൻ്റെ എടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ നടന്നത്. സോ അതിൻ്റെ ഒക്കെ ഒരു ഇതുണ്ടായിരുന്നു. എനിക്കിങ്ങനെ കുറച്ച് റിലാക്സ് ചെയ്ത് ചില്ല് ചെയ്ത് അങ്ങനത്തെ ഒരു സ്ഥലങ്ങളൊക്കെയാണ് ഇഷ്ടം. ടിക്കു ടിക്കു